തൈപ്പൂയത്തിനൊന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. പക്ഷേ ഇടാൻ പറ്റിയത് കുറേ ദിവസമായിട്ട് അത്രയും നല്ല ഒരു സമയമായിരുന്നു. അപ്പോൾ തൈപ്പൂയത്തിൻ്റെ തലേന്നും പിറ്റേന്നുമുള്ള വീഡിയോ ആണിത്. തലേ ദിവസം നമ്മളെ നാട്ടിൽ മൊത്തം ഇതേപോലത്തെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എഴുന്നള്ളത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഊരൂറ്റ് ഇറങ്ങുന്ന സമയം, ആ സമയമാകുമ്പോഴത്തേക്കും കമ്പൊക്കെ പൊട്ടിച്ച് പിള്ളേരുടെ ബഹളവും ഒക്കെ ആയിരിക്കും. നാട് മൊത്തം ഇങ്ങനെയാണെങ്കിലും അന്ന് രാത്രി എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ശിവരാത്രിയായിരുന്നു. പനിയായി ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും രാവിലെ 3 മണിയായി. പിന്നെ ഒരു 8-8:30 വരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് രാവിലെ എണീറ്റത്. എഴുന്നേറ്റ് രാവിലെ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രി പോകാനിരുന്നതാണ്, പിന്നെ വയ്യാതിരുന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെയാണ് അമ്പലത്തിലോട്ട് പോയത്. നമ്മൾ അമ്പലത്തിൽ എത്തുമ്പോഴത്തേക്കും 10 മണി കഴിഞ്ഞായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാം കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡിലോട്ട് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഓരോന്ന് കണ്ടു തുടങ്ങി. രാവിലെ തന്നെ പനിയുടെ ആ ഒരു കോളുണ്ടായിരുന്നുകൊണ്ട് കുളിക്കാനും പറ്റിയില്ല, അമ്പലത്തിലും കയറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം നടന്ന് ഒന്നും കാണാതിരുന്നുകൊണ്ട് മോളുണ്ടായിരുന്നു കൂടെ. മോൾക്ക് വണ്ടിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. കുറച്ച് മെയിൽ വരെ പോകത്തുള്ളൂ, അമ്പലത്തിൻ്റെ തൊട്ടടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം നല്ല തിരക്കായിരിക്കും, രണ്ടാമത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഈ മുരുകന്മാരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയാവത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് താഴെ നിന്ന്. അധികം കൊച്ചു പിള്ളേരായിരുന്നു കൂടുതലും വന്ന്. പിന്നെ നമ്മുടെ നാട്ടിൽ തൈപ്പൂയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അതങ്ങനെ നമ്മളെ മുരുകന്മാർ മാത്രമല്ല, നാട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്രായമായവർ വരെ ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ നാട്ടിലെ തൈപ്പൂയം എന്ന് പറഞ്ഞാൽ. നാട്ടിലെ ഒരാളും ഉറങ്ങാതെ കാത്തിരുന്ന് ഒരു ഉത്സവം എങ്ങനെയാണെന്നും ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം തൈപ്പൂയം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും എല്ലാ കൊല്ലവും അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി. കാരണം അധിക നേരം നിൽക്കാൻ പറ്റിയില്ല, പനി ആയതുകൊണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇച്ചിരി നേരം വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. തലേ ദിവസം വരെ അതും വിചാരിച്ചാണ് കിടന്നുറങ്ങി. പക്ഷേ രാത്രി 11 മണിയായപ്പം എനിക്ക് പണി കിട്ടി തുടങ്ങി. തലേന്നൊരു കല്യാണത്തിന് പോയായിരുന്നു. അപ്പം അത്രയും യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പനിയൊക്കെ കുറഞ്ഞ് ഞാനൊന്ന് ഓക്കെയായി. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലത്തെ ഉത്സവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കൊച്ചു കുട്ടികളായിരുന്നു. കാരണം നമ്മുടെ പറവക്കാവടിയുടെ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കുഞ്ഞു മുരുകന്മാരുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അതിനിടയിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു എന്താ പറയുന്ന 2 പേരുടെ ഭദ്രകാളിയുടെ ഒരു വേഷം ഉണ്ടായിരുന്നു. അത് 2 പേരാണ് ചെയ്തത്. 2 പേരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൈപ്പൂയത്തിനന്ന് ഇങ്ങനെ വേഷം കെട്ടി വരുന്ന ആ ഒരു ഇത് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ശരിക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. കാര്യം തീരാറായിട്ടില്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. എനിക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമയം എനിക്ക് ദേഷ്യം വന്ന കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം ഒരാൾ ഞങ്ങളുടെ പുറകെ നിന്ന് പറയുന്നത്, ഈ പറവക്കാവടി എടുക്കുന്നവർ അത്യാവശ്യം നല്ല ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത്, അത് പൊട്ടി വീണാൽ എന്തൊക്കെയൊന്ന്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് തിരിച്ച് പറയാനൊന്നും പറ്റിയില്ല. കാര്യം ചേട്ടന്മാരൊന്നും കേട്ടില്ല, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഞാനിപ്പം ആൻറ്റി അടുത്ത് പറയുകയും ചെയ്തു, ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, വിശ്വാസമില്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് കാണണമെന്ന് ആരും നിർബന്ധം പിടിക്കത്തില്ല. വേണമെന്നുള്ളവർ വന്ന് കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ആരുടെയും വിശ്വാസത്തിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പം അത് കാണുക, ഒന്നെങ്കിൽ എൻജോയ് ചെയ്ത് നോക്കുക. കാര്യം താല്പര്യമില്ലാത്തവർ കാണുമ്പോൾ അവർ എൻജോയ് ചെയ്തായിരിക്കും നോക്കുന്നത്. ചിലർ ഭക്തിയോടെ നോക്കുന്നവരുണ്ട്. വേണമെന്നുള്ളവർ മാത്രം വന്ന് കണ്ടാൽ മതി. നമ്മൾ മാക്സിമം അവരെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പൊട്ടി വീഴുന്ന ആ ഒരു ഇത് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു. ഞാൻ ഇത്രയും വർഷം ഞാൻ പോയിട്ട്, ഞാൻ ജനിച്ചിട്ട് എല്ലാ കൊല്ലവും ഞാൻ പോയിട്ടുണ്ട് ഉത്സവത്തിന്. ഇതുവരെ ഞാൻ പോകാതിരുന്നില്ല. ഇന്നലെയല്ല തൈപ്പൂയത്തിൻ്റെ അന്ന് അതങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യമായിട്ട് ശരിക്കും നല്ല ദേഷ്യം വന്നു. കാരണം അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് തൈപ്പൂയം ഇങ്ങനെ നടത്തുന്നത്, ശൂലം കുത്തുന്നത് എന്തിനാണ്, ശരീരം നോവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണത്, അതിനെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല.
എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വീടെത്താറാകുമ്പോഴത്തേക്കും ഞാൻ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരങ്ങളൊന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഒന്ന് ഓക്കെ ആയത്. ഇതിനുള്ള എല്ലാ വീഡിയോയിലും വോയിസ് മീൻസ് ആ ഒറിജിനൽ വോയിസ് എനിക്ക് ഇടണമെന്നുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വട്ടം ഇട്ടതിനകത്ത് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊന്ന് വോയിസ് ഇടാം. അഥവാ ഇതിന് കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വോയിസ് കോപ്പിറൈറ്റ് ഒന്ന് റിമൂവ് ആയി പോയതാണെന്ന് വിചാരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒരു മോള് എന്നെ കട്ടിയാളേതാ, എൻ്റെ അനിയത്തിയായിട്ട് വരത്തേ ഉള്ളൂ. അവൾ ശൂലം കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് കാണണമെന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. കാര്യം അവൾ നല്ല പുറകിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയമായപ്പോഴത്തേക്കായിരുന്നു അവർ വരുന്ന സമയം. അനിയനാണ് പറഞ്ഞത് വരുന്നുണ്ടെന്ന്. അപ്പം അവളെ കാണാൻ പറ്റിയില്ല. അവളൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് കാവടി കണ്ടു. നല്ല വെയിലുണ്ടായിരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ മൊത്തം കണ്ടിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നല്ല വെയിലായതുകൊണ്ടും പനി ആയിരുന്നുകൊണ്ടും പോകാമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു എന്നെ. പക്ഷേ പോയില്ല. എന്നാലും കുറച്ചൊക്കെ നിന്ന് കണ്ട് ഒരു കടയുടെ അകത്ത് അത്യാവശ്യം വെയിൽ കുറഞ്ഞൊരു സ്ഥലത്ത് കയറി മറവിന് നിന്ന് നമ്മൾ ഇത്തിരി നേരം കണ്ട്. തൈപ്പൂയത്തിൻ്റെ ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് കുട്ടികളായിരുന്നു തോനെയും. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വർക്കിംഗ് ഡേയുടെ അന്ന് തൈപ്പൂയത്തിന് സ്കൂളിൽ പോയ പിള്ളേരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്ന് പറയാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഏകദേശം 100 പേരുണ്ടെങ്കിൽ ഒരു 90-95% ആളുകളും ആ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥലമല്ലേ, അപ്പം ആരൊക്കെ കാണുമെന്ന് നമുക്കറിയാമല്ലേ. അപ്പം കണ്ടു പരിചയമുള്ള മോങ്ങളായിരുന്നു എല്ലാവരും. പിന്നെ എന്തോ പറയുന്ന ഒരു ആ സമയത്ത് നമുക്ക് എന്തോന്ന് പറയാൻ പറ്റില്ല, ഒരു എനർജിയാണ്. പിന്നെ എൻ്റെ അനിയനില്ലായിരുന്നു. അനിയൻ എവിടെ പോയിന്ന് ഞാൻ കണ്ടില്ല. അവനെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് നടന്ന് അമ്പലത്തിലോട്ട് പിന്നെ പോകുമായിരുന്നെന്ന് എനിക്ക് തോന്നി. പക്ഷെ എണ്ണം കൊണ്ടുപോകത്തില്ല. കാര്യം പനിയായതുകൊണ്ട് അത്രയും ദൂരം നടക്കുന്നതിനോട്ട് പുള്ളിക്ക് അങ്ങനെ താല്പര്യമില്ല. പുള്ളിയും അധികം നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ വേണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 പേരും 3 വഴിക്കായി പോയതുകൊണ്ട് ഒറ്റയ്ക്കായി പോയ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഇച്ചിരി നേരം ഒരു മണിക്കൂറോളം നമ്മളവിടെ നിന്നോളൂ, അവരെ കാണാതെ. മീൻസ് അവരങ്ങ് പോയി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നേരം അവിടെ നിന്നോളൂ. കല്യാണത്തിന് മുന്നേ വരെ ചേച്ചിമാർ, അനിയന്മാർ ഇവരെല്ലാവരും കാണും. അപ്പം നമ്മളും ഇതിൻ്റെ കൂടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് ഒരു വൈബിനൊത്താണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ കൊല്ലം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇനി പനി ആയതുകൊണ്ടാണോ അതോ എനിക്ക് മൂഡ് ഓഫ് ആയതുകൊണ്ടാണോ ഒന്നും അറിയാൻ പറ്റും. മൂഡ് ഓഫ് മീൻസ് വയ്യാതായപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എൻ്റെ മൈൻഡ് മൊത്തം പോയി കിടക്കുമായിരുന്നു. ഇതിൽ നിന്ന് കൂടുതൽ ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ഫുൾ വീഡിയോ എന്തോ ഒരുമാതിരി ഗ്രെയിൻസ് വന്ന പോലെ ഭയങ്കര ഷേക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അധികം ആഡ് ചെയ്യാൻ പറ്റാത്ത. മൊത്തം വീഡിയോ നമുക്കങ്ങനെ ഇതിലിടാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. കാരണം മൊത്തം വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ കൂടുതലൊക്കെ വരും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ കുറച്ച് കട്ടിങ് മാത്രമേ ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ രാത്രിയാണ് ഞങ്ങൾ പോയത്. ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബാലമുരുകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ വരുന്ന മുരുകനിലെ ശരിക്കും പറഞ്ഞാൽ അടുത്ത് വെച്ചാണ് നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. മുരുകന്മാരായിട്ട് ഈ മേക്കപ്പ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ ഇവരെ ഒരുക്കിയെടുത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുത്താലും മതിയാവത്തില്ല. കാരണം അത്ര ഭംഗിയായിട്ടായിരുന്നു എല്ലാവരും. ശരിക്കും ഈ മുരുകന്മാർക്കൊരു കിരീട വെച്ച് കൊടുത്താൽ അവർക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഉത്സവം ആകുമ്പോൾ നമ്മൾ എല്ലാവരെയും ഇങ്ങനെ തിരയും. എന്തെന്നില്ലാത്തൊരു തിരക്കല്ലാണ്. മീൻസ് നമുക്ക് ആരെയും സ്പെഷ്യലായിട്ട് നോക്കി ആയിരിക്കത്തില്ല നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മളെങ്കിലും ഒരാളെ ഇങ്ങനെ കിടന്നിറക്കും. ഒരാളല്ലെങ്കിൽ കുറച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആളുകളെ നമ്മളിങ്ങനെ തിരയും. അതെന്തിനാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എങ്കിലും നമ്മൾ തിരക്കാറുണ്ട്. ഞാനതിൽ കൂടുതലും തിരക്കി എൻ്റെ ഫ്രണ്ട്സെയാണ്. അതിൽ 1-2 പേരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാരണം ഒരുപാട് പേരെ ഞാനങ്ങനെ നോക്കിയില്ല. വയ്യാതിരുന്നുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാനിങ്ങ് പോയിട്ട് വന്നു. സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പം കളിപ്പാട്ടങ്ങൾ, ബലൂണ് ഇതെല്ലാം വാങ്ങിക്കുന്നേ. ഈ വട്ടം പോയിട്ട് ഒന്നും വാങ്ങിച്ചില്ല. പോയതല്ലേ എന്ന് വിചാരിച്ച് ഒരു ഐസ്ക്രീം മാത്രം ഞാൻ നിർബന്ധിച്ച് മേടിപ്പിച്ചു. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഈ പനിയായിട്ടിരുന്നാലും ഐസ്ക്രീം കഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പനി അങ്ങനെ കൂടാറില്ല, തൊണ്ടവേദന വരാറില്ല. കാരണം എനിക്ക് തണുത്ത ഐറ്റംസ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര എന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ് അതിൻ്റെ അടുത്ത്. എല്ലാ കൊല്ലത്തെയും പോലെ ആയിരുന്നില്ല ഈ ഉത്സവം. പെട്ടെന്ന് അങ്ങ് തീർന്നു പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. രാവിലെ ഒരു 5 മണിയല്ല, കുറച്ചധികം സമയമെടുത്താണ് ഞങ്ങൾ എണീറ്റതെന്ന് എനിക്ക് തോന്നുന്നു. 8 മണിയൊക്കെ കഴിഞ്ഞ് കാണും. കാരണം തുണി എടുക്കാൻ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മൾ
മാക്സിമം നേരത്തെ എണീക്കാൻ നോക്കി. തുണി എടുത്തിട്ട് നമ്മൾ തിരിച്ച് വന്ന് പിന്നെ വീട്ടിൽ പോയി 10 മണി കഴിഞ്ഞാണ് പിന്നെ നമ്മൾ അമ്പലത്തിലെത്തിയത്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും കറക്കമായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ച് ഞാൻ കഴിച്ചോളൂ. അധികം സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചില്ല. ഒന്നാമത് കഴിക്കാനുള്ള ഒരു മൂഡ് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ അമ്പലത്തിൽ പാട്ടും ഗാനമേളയല്ല, ഒരു 2 ചേച്ചിമാരിരുന്ന് പാടുന്നുണ്ടായിരുന്നു. അതെന്തരാണെന്ന് എനിക്കറിയത്തില്ല. അണ്ണൻ പറഞ്ഞു തരാം, ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ റോഡ് ഇങ്ങനെയായിരുന്നു. രാവിലെ എന്ത് തിരക്കുണ്ടായിരുന്ന സ്ഥലമാണെന്നറിയാമോ? ഭയങ്കര ആളായിരുന്നു. രാത്രി ഞങ്ങൾ പോയിട്ട് തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തൂടെ വരുന്ന സമയത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഇതായിരുന്ന അവസ്ഥ. റോഡിലും ഒറ്റ കുഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ തൈപ്പൂയം. കാരണം നമ്മൾ കോട്ടയക്കുന്ന് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും വരുന്ന ഉത്സവം ഇതുപോലെ തന്നെയാണ്. ഇതുവരെ അവിടെ ആൾ കുറഞ്ഞ് ഞാൻ കണ്ടിട്ടേയില്ല. എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കൊല്ലം വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിള്ളേർക്ക് മാത്രം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കഴിക്കാനും അത് ഞാൻ അവിടെ വെച്ച് കഴിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അത് അവിടെ വെച്ച് കഴിച്ചിട്ട് ഞാൻ അപ്പോഴേ തിരിച്ചിറങ്ങി. വീട്ടിൽ വന്ന് പിന്നെ ഫുൾ കിടത്തിയായിരുന്നു. ഒരു ക്ഷീണം എന്ന് പറയാൻ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അമ്പലത്തിൽ പോയിട്ടൊന്നും ഞങ്ങൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 2026 തൈപ്പൂയം.